നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ താമസമില്ലല്ലേ? കിടക്കൊന്നുമില്ലല്ലോ. അല്ല, പകലൊക്കെ ഒന്ന് കിടക്കും അല്ലേ? പകലൊക്കെ ഒന്ന് കിടക്കും. അപ്പോൾ ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ഇതിലെഴിഞ്ഞ് ഇവിടെ ഇറങ്ങി. ആ സമയം തൊട്ട് മാമൻ ഇവരെല്ലാം ഇവിടെ ഉണ്ടോ? അല്ല, ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇതിപ്പോൾ വന്നേ ഉള്ളൂ അല്ലേ? അമ്മയാണോ കണ്ടത്? ഈ കൊച്ചിനെ അമ്മയും കൂടെ ഒന്ന് ചാക്കി കയറ്റി കൊണ്ട് ഞാൻ ഗബി കൊണ്ട് കളയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇന്ന് നോക്കിയോളൂ. അവിടെ ഇറങ്ങി മക്കളെ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ മാളം കാണും. പക്ഷെ നമുക്കൊരു കുഴപ്പമുള്ളതെന്നറിയാം, ഈ വസ്തു ആർക്കുള്ളതാണ്? ഈ വസ്തുക്കാർ പ്രശ്നം ഉണ്ടാക്കുമോ? വിളിച്ചോ? കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അറിയാമല്ലോ, നമ്മൾ കണ്ടു വീടിൻ്റെ പരിമിതിയൊക്കെ നമ്മൾ കണ്ടു. നമ്മളെപ്പോലെയൊക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വീട്. അപ്പോൾ ഇവിടെയാണ്, ഈ ഭാഗത്ത് എവിടെയാണ് ഇറങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ഇത്രയും ഭാഗം ഒന്ന് ചപ്പൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കണം. അതിനുശേഷം മാളം കണ്ടിട്ട് മാളം തോണ്ടി പോകണം. അപ്പോൾ ശ്രീത്തെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോലി ആരംഭിക്കാം. കൊള്ളാമല്ലേ? അപ്പോൾ നമ്മളെന്തായാലും ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ബഹുമാനത്തോടെ വാങ്ങിക്കണം. എത്ര പ്രായമുണ്ടെന്ന് 95 വയസ്സ് പ്രായമുള്ള വെട്ടോത്തിയാണ്, തൊഴുതുകൊണ്ടെണ്ണം വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നല്ല വെട്ടോത്തി ചേട്ടാ നമുക്കേ ഇതൊക്കെ വെട്ടി അടി ഉണ്ടാക്കൂലല്ലോ അല്ലേ? കേസൊന്നും ആവില്ലല്ലോ. ചേട്ടാ നമുക്കേ ഇതാ മക്കളെ, നമുക്ക് ചേട്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കണം. മൺവെട്ടി ഇങ്ങനെ എടുത്തോ മക്കളെ, മൺവെട്ടിയിലൊക്കെ ഇങ്ങനെ എടുത്തോ. ഇതെല്ലാം വലിയ മാളമാണ് കേട്ടോ. ഇങ്ങ് പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഭയങ്കര മഴ കണ്ട. ഇങ്ങനെ ഇതിനകത്തൂടെ ഇറങ്ങി വന്നാൽ കണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് വൃത്തിയാക്കാം. ഇങ്ങനെ കേട്ടോ, ഇത് അല്ല മക്കളെ, അതൊന്നുമല്ല അവിടെ നിന്നൊക്കെ ഇനി പോരും. ഇത് കണ്ട, ഈ മാളം വരുന്നത് കണ്ട, ഇത് കണ്ട, ഇതെല്ലാം മാളമാണ് കണ്ട. ചെറിയ മാളമൊന്നുമല്ല ഇത് കണ്ട. ഇത് മറ്റേ വഴിയാണ്, എലി പോകുന്ന വഴിയില്ലേ? പിന്നെ ഇത് അത്രയും വലിച്ച് താഴോട്ടിറങ്ങി. ഇവിടുന്ന് ഈ സാധനം മൊത്തം വലിച്ച് താഴോട്ടിറങ്ങി. നല്ല പണിയുണ്ട്. ഈ ഹോൾ അങ്ങനെ അങ്ങ് പോവേണ്ടത്. എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അത്രയും പോട്ടെ കണ്ട. അത് മാളമല്ലേ അല്ലേ? നമുക്ക് ഇതിനെ ഇവിടുന്ന് പോയാൽ മതി. ഇതിനെ അല്ല, ഇത് ഈ സാധനം ഇങ്ങ് പോട്ടെ, ഇതെല്ലാം ഇങ്ങ് പോട്ടെ. അതുപോലെ ഇവിടുന്ന് അവിടുന്ന് അല്ല, ഇവിടുന്ന് പോകാൻ അവിടെ ഹോളില്ലല്ലോ അല്ലേ? ഹോളുണ്ടോ? അല്ലല്ലോ, എല്ലാം തീർന്നു പോട്ടെ. അത് വട്ടത്തിങ്ങ് വെട്ടിക്കളാം മക്കളെ. അവിടെ ഹോളില്ല, അത് ഹോളല്ല. ഹോളിപ്പോൾ അത് അങ്ങോട്ടുണ്ട്. ഇതെല്ലാം പോട്ടെ. അപ്പോൾ നമ്മൾ ഇവർ കണ്ടു എന്ന് പറയുന്നത് ഇവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വൃത്തിയാക്കി വരണം. ഇതിനകത്ത് ഉണ്ടോയെന്നൊന്നും ഒരു ഉറപ്പൊന്നുമില്ല. പിന്നെ എലിയുടെ മാളം ഒത്തിരി ഉണ്ട്. പിന്നെ ഈ അമ്മ ഉപയോഗിക്കുന്ന അടുക്കളയാണ്. അപ്പോൾ അടുക്കളയിൽ നിന്ന് വേസ്റ്റ് ഇടുമ്പോൾ ഇറച്ചികളെ മറ്റേ ചോറിൻ്റെ ഒക്കെ ഇടുമ്പോൾ അവിടെ എലി ധാരാളം വരും. അപ്പോൾ അവിടെ നിന്ന് പോട്ടെ മകളെ. ചേട്ടാ അതും കൂടെ നീ പോട്ടെ. ഇവിടെ തന്നെ കറക്റ്റ് ഇറങ്ങി അല്ലേ? ഇങ്ങനെ ഒന്ന് ഇവിടെ ഇറങ്ങി. അവിടെ ഹോളില്ലല്ലോ, അവിടെ ഇല്ലല്ലോ. എല്ലാം ബാക്കി പോട്ടെ പോട്ടെ. ഓക്കെ. ഉണ്ട്. ഇവിടെ എന്തോ ഒരു അനക്കം പുള്ളി പറഞ്ഞത്. അപ്പോൾ ശ്രീജിത്തിന് ഒരു ഷേക്കുണ്ട്. കാരണം ശ്രീജിത്ത് ഇവിടെ നിന്നൊക്കെ പോയിട്ട് വായി നോക്കി നിന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ശ്രീജിത്ത് കറക്റ്റായിട്ട് ഇവിടെ തന്നെ നോക്കി നിന്നു. പ്രത്യേകിച്ച് അമ്മ പേടിക്കണ്ട, അമ്മ ചാക്കി കയറ്റൂല. അമ്മയ്ക്ക് അപ്പോൾ സമാനമായി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അനക്കം കണ്ടു. അപ്പോൾ ഇനി നമ്മൾ ഇതും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് മടങ്ങണം. ഇത്രയും കൂടെ വൃത്തിയാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തൊരു വേറെ മാളുണ്ട്, എങ്ങോട്ടെങ്കിലും ഇറങ്ങി വേറെ മാളത്തിൽ പോയി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ശ്രീജിത്തെ, അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് വൃത്തിയാക്കാം. പുതിയ ആൾക്കാരൊക്കെ എപ്പോൾ വന്ന്? മോൻ്റെ പേരെന്താ? ജോബിനാണോ? ആടി പോളി ജോബിനെ.
സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടില്ല, കഥയും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതാ ഇന്നിപ്പോൾ കഥയും പറഞ്ഞത് ഇപ്പോൾ പണി വാങ്ങിച്ച് പിടിച്ചാണ്. നോക്കിയോ, അത്ര വലുതൊന്നുമല്ല, ചെറിയൊരു മൂർഖൻ കണ്ടോ. നമ്മൾ പ്രിയപ്പെട്ട ശ്രീജിത്ത് കണ്ടത് വെറുതെ ആയില്ല. ജോബിനെയും പരിചയപ്പെട്ട് നിന്നപ്പോഴാണ് ആശാൻ കാലിൻ്റെ അടുത്ത് നിന്ന് എന്താണെന്ന് ചോദിച്ചത്. ഭാഗ്യം പോലെ അങ്ങനെ ഇങ്ങനെ പോയി, ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാമായിരുന്നു. അതിങ്ങനെ പത്തി വിടത്തി നിൽക്കണം. അപ്പോൾ ഇനി ഇറങ്ങിയോണ്ട് പത്തി വിടത്താൻ സാധ്യതയില്ല. അപ്പോൾ കാണാം, നല്ലൊരു പെൺമൂർഖൻ. അങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം, മുട്ടയിട്ടതിൻ്റെ ഈ വർഷം മുട്ടയിട്ട്, എനിക്ക് തോന്നുന്നത് ഈ താഴെ സ്ഥലത്ത് എവിടെയും മുട്ടയിട്ട് കുഞ്ഞ് വരിച്ചതിന് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയതിന് ശേഷം ഭക്ഷണം തേടിയെന്ന് ഉറപ്പായിട്ടുള്ളൊരു അമ്മയാണിതാ. ഈ അമ്മ മുട്ടയിട്ട് കഴിഞ്ഞാൽ 38ഓളം മുട്ടകൾ. ഇനി യാതൊരു സംശയമാണ്, എൻ്റെ വീട്ടിൽ ഏകദേശം ഈ കഴിഞ്ഞ വർഷം വരെ മുട്ടയിട്ട മൂർഖൻ അതികളുടെ എണ്ണം ഒരുപാടാണ്. ഒരു വർഷം 50-60 അതിഥികൾ മുട്ടയിടാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ നീളം അനുസരിച്ച് ഇത്ര മുട്ടയിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതൊരു 38 മുട്ടയ്ക്ക് മുകളിൽ ഇട്ടിരിക്കാം, എവിടെയെങ്കിലും മുട്ട വിരിഞ്ഞിരിക്കുക. എല്ലാം വിരിയണം നിർബന്ധമില്ല, കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വരുന്ന മാറ്റം, ചൂടും തണുപ്പൊക്കെ വരുന്നതനുസരിച്ച് മുട്ട കേടായി പോകും. എന്തായാലും ഒരു 38 മുട്ടയ്ക്ക് അപ്പുറം മുട്ടയോളം മുട്ട വിരിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടതിന് ശേഷം ഭക്ഷണം തേടി വന്ന പെൺമൂർഖൻ അതിയാണ് ഈ അമ്മയും ഈ ശ്രീജിത്തുമാണ് കണ്ടത്. അപ്പോൾ കണ്ടത് നന്നായി. അതിലുപരി ഇപ്പോൾ ഈ അമ്മ മാത്രമേ, പ്രായമുള്ള അമ്മ എന്ന് പാചകം ചെയ്തൊക്കെ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഈ സൈഡിലെങ്ങാനും കിടക്കുകയോ അറിയാതെ ചവിട്ടുകയോ ചെയ്താൽ അപകടമാകും. ഇതുപോലൊരു പ്രായമുള്ള മുട്ടയിട്ട് അതിഥിയുടെ കടി ഏറ്റിട്ടാണ് എൻ്റെ വിരൽ മുറിക്കേണ്ടി വന്നത്. അറിയാം, മണ്ഡപൻ കുന്നിലാണ്, അധികം ദൂരമൊന്നും ആയിട്ടില്ല. ഇവിടുന്ന് വലിയ കെട്ടക്കിൽ നിന്ന് അപ്പുറത്തെ സൈഡിലാണ്. ഇതുപോലെ ഞാൻ പിടികൂടി അവിടെ എന്താ വെച്ചാൽ അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. അവിടെ നിന്ന് പിടികൂടേണ്ട യാതൊരു കാര്യവുമില്ല. ഒഴിഞ്ഞൊരു പറമ്പാണ്, ഒരു പാടത്തിൻ്റെ പറമ്പാണ്. അപ്പോൾ ഞായറാഴ്ച 2 ചെറുപ്പക്കാർ വൈകുന്നേരത്തെ അവിടെ പോയി ഇരുന്ന് ഇത്തിരി കാറ്റ് കൊള്ളാനും ഇത്തിരി പോലെ തണുത്ത വെള്ളമൊക്കെ കുടിക്കാൻ പോയ സമയത്ത് ഇതിനെ കാണുന്നു. അപ്പോൾ അവർ കല്ലെടുത്തിടുന്നു, അദ്ദേഹത്ത് മുറിവുണ്ടാകുന്നു. അത് കഴിഞ്ഞ് മാളത്തിൽ കയറിയപ്പോൾ ഒരു മാളം പോയിക്കുന്നു, കിട്ടിയില്ല, വെട്ടിപ്പൊളിക്കുന്നു. അപ്പോൾ അകത്ത് മുട്ട കണ്ടു. അങ്ങനെ എന്നെ വിളിച്ചു, ഞാൻ പോയി എടുത്തു, മര്യാദയ്ക്ക് ബാഗിലാക്കി പോകാണ്ട് പകുതി വഴി വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗോവൻ ചേട്ടനും ഒരു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ലേഡി മേഡമൊക്കെ വന്നപ്പോൾ നിർബന്ധിച്ചാണ് കാണണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം അവിടെ ചോദിച്ചു നോക്കൂ മാഡം, എനിക്കിത് കടി കിട്ടും, ഇതിൻ്റെ കടി എനിക്ക് കേൾക്കും, എൻ്റെ കൈ വിരൽ മുറിക്കേണ്ടി വരുമെന്ന് അവിടുത്തെ മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ അതിനൊന്നും അവർ ചെവി കൊണ്ടില്ല, കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇറക്കി കാണിച്ചു. എന്തായാലും ഭാഗ്യം കൊണ്ട് എനിക്ക് കടി കിട്ടി, എൻ്റെ കൈവിരൽ മുറിക്കേണ്ടി വന്നു. അത് സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ 10-15 ദിവസങ്ങൾക്ക് മുന്നേ സ്വപ്നം കണ്ടിരുന്നു, കടി കിട്ടുന്നതായിട്ടും വിരൽ മുറിക്കുന്നതായിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും അതുകൊണ്ട് ഇതും നല്ല ടയേർഡാണ്, നല്ല എന്താ പറയുക, ഭക്ഷണം മുട്ടയിട്ടതിന് ശേഷം നല്ല ടയേർഡാണ്, നല്ല കവിള് വീർത്തി നല്ല വീര്യത്തിൽ ആ വെനം അതിൻ്റെ ഗ്ലാൻഡിലിപ്പുണ്ട്. കടി കിട്ടിയാൽ അപകടമാണ്. ഇതാ വരുന്നു, നല്ല സൗന്ദര്യമുള്ള അതിഥി, നല്ല കടി കിട്ടാനായിട്ട് സാധ്യതയുള്ള അതിഥി. നമുക്ക് സൂപ്പർ, നല്ല ആരോഗ്യമുള്ള, നല്ല കടി കിട്ടാൽ നല്ല വീര്യമുള്ള കടി. മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും നമുക്ക് ഉള്ളൊരു കൊച്ചു വീട്ടിൽ, ആ വീട്ടിൻ്റെ പരിസരത്ത് വീടിൻ്റെ മുറ്റത്തൂടെ ഇറങ്ങി വന്ന ഏകദേശം 8 വയസ്സോളം പ്രായം വരുന്ന ഏകദേശം 5 അടിയോളം നീളമുള്ള പെൺമൂർഖൻ അതിഥി ആണ് ഇദ്ദേഹം. അപ്പോൾ നമ്മൾ കോളുകൾ വെയിറ്റിംഗിന് അടുത്ത അതിഥിയെ പിടിക്കാണ്ട് വിളിച്ചിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എന്താ പറയുക, നമ്മുടെ ശ്രീകാര്യത്തിനടുത്ത് കരിയത്തിനടുത്ത് ഇടവക്കോട് അടുത്താണ് വിളിച്ചിരിക്കുന്നത്. പാറോട്ടണം എന്ന സ്ഥലത്താണ് വിളിച്ചത്. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല, ഒരുപാട് അവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട അതിഥി നമ്മൾ ചാക്കിലാക്കുകയാണ്. ചേട്ടാ ശ്രീത്തെ ചാക്കി ഞങ്ങളെ ആ പേരങ്ങ് പതിഞ്ഞു പെട്ടെന്ന്. ശ്രീ എനിക്ക് ഇത്രയും പേര് ഓർമ്മ നിൽക്കാത്ത ഒരാളാണ്, എന്നിട്ടും ശ്രീത്തിൻ്റെ പേര് പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2-3 പ്രാവശ്യം ഞാൻ ശ്രീത്തിനെ ഇവിടുത്തെ ഫേമസ് ചുമ്മ അല്ല. അപ്പോൾ നല്ല ആരോഗ്യക്കുറവെന്ന് പറയുന്നില്ല, നല്ല ഉഷാറായിട്ടുള്ള അതിഥിയാണ്. ശ്രീത്തെ ഒരു വലിയ ചാക്ക് വേണ്ടി വരും, നല്ല ചാക്ക്. അപ്പോൾ നമ്മളതിനെ ചാക്കിലാക്കി. അപ്പോൾ സമയം കളയുന്നില്ല, നമ്മുടെ വെഞ്ഞാറമൂട്ടിലെ വലിയ കട്ടക്കിൽ കരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട മൂർഖനത് നമ്മൾ ചാക്കിലായി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു.
നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷം. സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള അന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത്, കരിയത്തിനടുത്ത്, എടവക്കോട് അടുത്ത് പാറോട്ടോണത്തേക്ക് പോകുന്ന വഴിയിൽ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്. നോക്കൂ, നല്ല നീറ്റായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, പാമ്പിനെ അറിയില്ലല്ലോ വൃത്തിയാണോ വൃത്തിയില്ല എന്നൊന്നും. ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പുറകിൽ കുറച്ച് ഇഷ്ടിക വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഒരു അതിഥി എഴുഞ്ഞ് കയറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല, നല്ല ചൂട് കൂടുന്നു, കോളുകൾ ഒരുപാട് വെയിറ്റിങ്ങിലുണ്ട്, ഒത്തിരി പേരോട് അതിഥി നോക്കിയോടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാൻ നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാം. നമുക്ക് നമ്മുടെ അതിഥി ആരാണ്, ചേരയാണോ, നീർക്കോലിയാണോ, മൂർഖനാണോ, കാട്ടുപാമ്പാണോ എന്നൊന്നും അറിയില്ല, വിലൂന്നിയാണോ എന്നൊന്നും അറിയില്ല. പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. ചെടിച്ചട്ടിയും ചെടിയൊന്നും അടുത്ത് വെച്ചിട്ട് എല്ലാം ചെടിയൊന്നുമില്ല. എന്നിട്ട് പോലും ഇവരൊക്കെ ഇങ്ങനെ പുറത്തുനിന്നാണ്ട് തൊട്ടടുത്ത പറമ്പ് നല്ല കാട് കിടക്കണം. തൊട്ടടുത്തപ്പോൾ മുന്നിലത്തെ പറമ്പ് ഭയങ്കര കാട് കിടക്കണം. അപ്പോൾ അവിടെ നിന്നൊക്കെ വരാം. പിന്നെ ഇവിടെയൊക്കെ താമസമുള്ള വീടാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തൊരുണ്ടല്ലോ, അപ്പുറത്തൊരു വലിയ പറമ്പ്. പക്ഷേ വലിയ പറമ്പാണെങ്കിൽ ആ പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഒരിക്കലും കയറിയല്ല. ഇത് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അവിടെ നിന്ന് ഇങ്ങോട്ട് കയറില്ല. പിന്നെ ആ ഫ്രണ്ടിൽ കാണുന്ന പറമ്പിൽ കൂടെ വേണമെങ്കിൽ ഇങ്ങോട്ട്. ഇവർ എത്രയൊക്കെ നീറ്റായിട്ട് സൂക്ഷിച്ചാൽ ഇപ്പോൾ നോക്കിയുള്ളൂ, പല സ്ഥലത്തും ചെല്ലുമ്പോൾ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ അടുക്കി വയ്ക്കും. അപ്പോൾ ഞാൻ പറയും ചെടിച്ചട്ടി വെക്കരുതെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ചെടിയുമില്ല, ചട്ടിയില്ല. അവിടെ ഒന്നോ രണ്ടോ ചട്ടിയിൽ മാത്രമാണ് അവിടെ. പക്ഷേ അവിടെ ഒരു ഇത്രയും നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ട് പോലും നമ്മുടെ അതിഥികൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ പാമ്പുകൾക്ക് വൃത്തിഹീനമെന്നോ വൃത്തിയെന്നോ അല്ലെങ്കിൽ മാർബിളെന്നോ ഗ്രാനൈറ്റെന്നോ ഒന്നുമില്ല. എല്ലാ പ്രതലങ്ങളിലും നമ്മുടെ അതിഥികൾ സഞ്ചരിക്കാറുണ്ട്. അവർ ഭക്ഷണം തേടിയോ വെള്ളം തേടിയോ ആണെങ്കിൽ നമ്മുടെ പറമ്പിലേക്ക് വരുന്നത്, ഒരിക്കലും നമ്മളെ തേടിയല്ല വരുന്നത്. സാർ ഇത് കണ്ടെന്ന് പറഞ്ഞേ? ഇവിടെയാണ് കണ്ടത്. ഇതിനകത്ത്, ഈ കെട്ടിനകത്തോട്ട് പോയിട്ടില്ല. പോകാനായിട്ട് ഒരു സാധ്യത. പുതിയതായിട്ട് ചെയ്തത് അല്ലേ? മറ്റേ പാറക്കെട്ടായിരുന്നോ? അല്ല, ഹോളോ ബ്രിക്സ്. താപ്പോട്ട് ആയിരുന്നു. അതിന്റെ മുകളിൽ ഇതിപ്പോൾ കോൺക്രീറ്റ് ചെയ്തു അല്ലേ? ചോദിക്കാൻ കാരണം ഞാനൊരു മേശരി പണിക്കാരനായിരുന്നു. സോ വർഷങ്ങളായിട്ട് 5 രൂപയായിട്ട് ലേബറായിട്ട് ഇറങ്ങിയതാണ്. കുറേ കാലം ഈ മേശരി പണി തന്നെ. പിന്നെ അവസാനം ഇതിലേക്കൊരു ഭ്രമം വന്നപ്പോൾ അതെല്ലാം ഒഴിവാക്കി. പക്ഷേ ഇതെന്തായാലും അവിടെ നിന്ന് കയറി വരാനായിട്ട് ഒരു സാധ്യത. ഇത്രയും ഹൈറ്റ് ഒന്ന്, അതുമാത്രമല്ല കോൺക്രീറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, വീടിൻ്റെ പരിസരം നല്ല പരമാവധി 100-ൽ 99.4% വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവരൊക്കെ വരുന്നത് ഒരിക്കലും ഞാൻ പറഞ്ഞു ഭക്ഷണം തേടിയാണ്. അപ്പോൾ ഇവിടെയാണ് കണ്ടതെന്ന് പുള്ളിക്കാരൻ പറഞ്ഞത്. ആ സമയത്ത് പുള്ളിക്കാരൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് അറിയാമല്ലോ, ഇതിപ്പോൾ നമുക്ക് വേസ്റ്റ് കത്തിക്കുന്ന ഒരു സ്ഥലമാണ്. വേസ്റ്റ് കത്തിച്ചിട്ട് അടിയിലേക്ക് ചാരം വിടുമ്പോൾ ചാരം എടുത്ത് മാറ്റാൻ പറ്റുന്നൊരു സ്ഥലമാണ്. എല്ലാം നല്ല എന്താ പറയുക, നീറ്റാണ്. ഞാൻ സാധനം വേറെ വീട്ടിൽ പോകുമ്പോൾ ചെടിച്ചട്ടി കൂട്ടി വെക്കാറുള്ളതുകൊണ്ട് വെക്കരുതെന്ന് ഞാൻ പറയണം. പക്ഷേ ഇവിടെ അതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. ചെടിച്ചട്ടിയേ ഇല്ല ഫ്രണ്ടിൽ. ഇവിടുത്തെ വിശേഷങ്ങൾ അധികം പറയാനില്ല, കാരണം അധികം സാധനങ്ങളൊന്നും വേസ്റ്റ് ഇല്ല. നല്ല ഹൈജീനിക്ക്, നല്ല സൂപ്പറായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. എന്നാലും ഇവരൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വരാറുണ്ട്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വസിക്കാനുള്ള സ്ഥലങ്ങൾ കുറഞ്ഞു തുടങ്ങി, വീടുകളുടെ എണ്ണം കൂടുന്നു, പാമ്പുകളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. അതിഥികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. കാരണം ഉള്ള സ്ഥലത്തൊക്കെ അവർ സൂപ്പറായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ പാറക്കെട്ട്, നമുക്ക് റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ചെയ്യുന്ന പാറക്കെട്ടുകൾ അവർക്ക് നല്ല വസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ആ പാറ അടിക്കിനകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് കാലങ്ങൾ ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് ജീവിക്കാം. ഒരു 10 അടി അല്ലെങ്കിൽ 100 അടി നീളത്തിനൊരു പാറ അടുക്കുണ്ടെങ്കിൽ ആ അടുക്കിനകത്ത് കയറി കഴിഞ്ഞാൽ ആ അടുക്കിൻ്റെ എത്രത്തോളം നീളത്തിൽ പാറ അടുക്ക് പോകുന്നുണ്ടോ അതുവരെ ഇവർക്ക് സഞ്ചരിക്കാൻ പറ്റും. അത്രയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും. അടിപൊളി. അപ്പോൾ നമുക്ക് അധികം അത്രയ്ക്കിട്ട് പോകേണ്ടി വന്നില്ല. അതായിരിക്കുന്നു ഒരു ചെറിയ, ഞാൻ വിചാരിച്ച് ചേരവല്ലായിരിക്കുന്നു. പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, സാറേ ചേരവല്ലാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് വെയിലത്ത് കാണാം. ചെറിയൊരു മൂർഖൻ, ഒരു വയസ്സിന് മേളിൽ പ്രായം വരുന്നതാ ഒരു കുഞ്ഞു മൂർഖൻ. ടെയിലിൻ്റെ ഇടയിൽ അങ്ങനെ ഇരിപ്പുണ്ട്. വെയിലടിക്കുന്നതുകൊണ്ട് മിക്കവാറും അവിടെ ഇരിക്കാൻ സാധ്യതയില്ല, മിക്കവാറും ചാടുന്നതായിരിക്കുന്നു. സൂപ്പർ കുഞ്ഞു മൂർഖൻ നോക്കിയോളൂ. കുഞ്ഞൻ കണ്ടോ? അവൻ വീണ്ടും അതിനകത്തോട്ട് കയറുകയാണ്. നല്ല വെയിൽ, നല്ല ചൂടാണ്. അപ്പോൾ എന്താ ചൂട് ഉള്ള സ്ഥലത്തേക്ക് സാധാരണ അധികം ചൂടുള്ള സ്ഥലത്തൊന്നും അങ്ങനെ പോയി ഇരിക്കാറില്ല. കുഞ്ഞൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസണിൽ മുട്ടയിട്ട് വിരിഞ്ഞ് 2 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു കുഞ്ഞു മൂർഖൻ അതിഥിയാണ്. ഇത് മതി
ഇത് ഞാനൊക്കെ പറയും കുഴപ്പമില്ല, ചെറുതാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഓ ചെറുതല്ലേ, കടിച്ചാൽ കുഴപ്പമില്ല. അല്ല, ഇത് മതി ഒരു 2 പേരുടെ ജീവനൊക്കെ എടുക്കുക. ജീവിതത്തിൽ ധാരാളം ജനമുണ്ടതാ. നല്ല മതിലിൽ ഗ്യാപ്പൊന്നുമില്ല, ഗ്യാപ്പില്ലാത്തുള്ള കോൺക്രീറ്റൊക്കെ ആയതുകൊണ്ട് സൂപ്പറായിട്ട് നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഈ കട്ടരുടെയൊക്കെ തവള ധാരാളം കാണാം. സാറേ ചെറിയൊരു ബോട്ടിൽ എടുക്കാമോ? പാവട്ടുള്ളൊരു ബോട്ടിൽ കണ്ട, സൂപ്പർ, നല്ല തെളിഞ്ഞ കണ്ണോട് കൂടിയാണ്ടല്ലേ. ആ സിമ്പിൾ തന്നെ നല്ല തെളിഞ്ഞിട്ടുള്ള സിമ്പിളാണ്. നമുക്ക് കാണാം, എന്താ കുഞ്ഞനാണ്, അത്ര വലുതൊന്നും അല്ല, എന്നാൽ അത്ര ചെറിയ ആളുമല്ല. എന്നാൽ ഇത് മതിയല്ലോ, നമുക്ക് അധികമൊന്നും വേണ്ട. ഒരു കുഞ്ഞനതി, ഏകദേശം 2 വയസ്സിനടുത്ത് പ്രായം വരുന്ന മൂർഖൻ. നമ്മളെന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കണം. കുഞ്ഞനതി, അത് മതി, കുഞ്ഞനതി അല്ലേ. അപ്പം നമുക്കിതിനെ നമ്മൾ ബോട്ടിലാക്കുകയാണ്. നല്ല തിരക്കുള്ള സമയമാണിപ്പോൾ, ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ ഇതാ അദ്ദേഹത്തെ ബോട്ടിലാക്കി. ബോട്ടിലാക്കി. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം കളയാനില്ല, നമ്മളിവിടുത്തെ ദൗത്യം കഴിഞ്ഞു. മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം അടുത്ത സ്ഥലത്തേക്ക് ഒരുമിച്ച് യാത്രയാവും.